ഞാൻ ഇനി അടുത്തൊരു കാര്യം ടി വിയുടെ കാര്യം പറഞ്ഞു വരാം ഗൈസ്. മെയിനായിട്ട് എല്ലാവർക്കും ഒരു ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എല്ലാവരെയും കുറച്ച് അഫക്റ്റ് ചെയ്ത് തുടങ്ങി. ഇപ്പം ഞാൻ ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ടി വിയിലെ പിള്ളേർക്ക് എല്ലാവർക്കും ഞാനില്ലാതെ അവർ ടി വിയെ കണ്ടിന്യൂ ചെയ്യത്തില്ല എന്ന് ഉറപ്പ് പറഞ്ഞു. പക്ഷെ ഞാൻ നേരെ തിരിച്ചാണ് പ്രതീക്ഷിച്ചത്. ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ എടാ ഞാനൊന്ന് മാറി നിന്നിട്ട് നിങ്ങൾ പയ്യെ ഇതാക്കാമെന്ന്. പക്ഷേ ടി വിയിലെ മെമ്പേഴ്സ് എല്ലാവരും ഞാൻ മീറ്റിംഗ് വിളിച്ചിട്ടും അവർ പറയുന്നത് ഞാനില്ലാതെ ഞങ്ങൾ കളിക്കത്തില്ല അണ്ണ, അണ്ണൻ വരാതെ ഞങ്ങൾ കളിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ടി വി എന്നൊരു ടാഗ് നിങ്ങളായിട്ട് തന്നതാണ്, അതുകൊണ്ട് ആ ഒരു ടാഗ് നിങ്ങളില്ലാതെ കളിക്കാൻ എന്തായാലും താല്പര്യമില്ല എന്നുള്ള രീതിയിൽ ടി വിയിലെ എല്ലാവരും എന്നോട് പറഞ്ഞേക്കുന്നത്. എല്ലാവരും എന്ന് പറഞ്ഞാൽ ലിറ്ററലി എല്ലാവരും. ഞാൻ ആ മീറ്റിങ്ങിന് ചെന്നപ്പം ഞാൻ എല്ലാവരുടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എടാ നിങ്ങളൊരു കുറച്ചുകൾ കളിച്ചെല്ലാം സെറ്റാകണം, അപ്പോഴത്തേക്കിന് ഞാൻ ഗ്രൈൻഡൊക്കെ ചെയ്ത് സെറ്റായി പയ്യെ വരാം എന്നുള്ളൊരു കാര്യം പറഞ്ഞപ്പോഴത്തേക്കിന് അവരത് ഇതാക്കണില്ല. അവർക്ക് ഇത് ഞാൻ ഇല്ലാതെ കളിക്കുന്നില്ല എന്നുള്ളൊരു രീതിയിലാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ കറൻ്റ്ലി ഇപ്പം എക്സ്പെക്റ്റഡ് ഞാൻ ഒരു കാര്യം പറയാം അല്ലല്ല ഇത് സംസാരിച്ച് കഴിഞ്ഞിട്ട് പറയാം. സോ കറൻ്റ്ലി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മെൻ്റലി ഇതിനകത്തുനിന്ന് കുറച്ച് നല്ല രീതിയിലുള്ള ടോക്സിസിറ്റി പലയിടത്തുനിന്നും കിട്ടിയിട്ടുണ്ട്. ഇൻസൈഡ് ദ ഗെയിം, ഔട്ട്സൈഡ് ദ ഗെയിം, പല വീഡിയോസ് അത് ഇതിലല്ല. സോ ടി വിയെ ഒരു ചെറിയ ഗ്യാപ്പ് എടുക്കുവാണ്. എടുക്കുകയാണെന്ന് പറഞ്ഞാൽ ഇപ്പം ബാബു ഫാമിലി ആയിട്ട് ട്രിപ്പ് പോയിരിക്കുന്നു. അവൻ്റെ ഫാമിലിയും കൊണ്ടൊരു ട്രിപ്പൊക്കെ പോയേക്കുക. സിംഗപ്പൂരോ മലേഷ്യ പോയേക്കും, അവിടെ എവിടെയോ പോയേക്കുന്നു. പിന്നെ എല്ലാവരും കുറച്ച് ഒരു ഇതാക്കുന്നുണ്ട്. ഒരു ഗ്യാപ്പ് വേണമെന്ന് എല്ലാവരും പറഞ്ഞു, ഒന്ന് ഇതായിട്ട് വരാൻ. അപ്പം തിരിച്ചു വരാമെന്ന് പറഞ്ഞാൽ ഈ പറയണത് പോലെ ഈ ഒരു മാസം കഴിയുന്നത് വരെ എല്ലാവർക്കും ഒരു ഗ്യാപ്പൊക്കെ ഇതാക്കിയിട്ട് അവർ ഒരുമിച്ച് തിരിച്ച് വരാം എന്നുള്ള രീതിയിലാണ് അവർ വരുന്നത്. അതുവരെ കറൻ്റ്ലി സിറ്റിയിൽ അവർ സിറ്റിസൺ ആയിട്ട് കളിച്ചോളാം എന്നാണ് അവരുടെ ഡിസിഷൻ. അപ്പം എനിക്കും തോന്നി ശരിയാ, എല്ലാവർക്കും ഈ പറയണത് പോലെ ഒരു കുറേ നാളായിട്ട് നമ്മൾ ഇതിൻ്റെ പുറകെ തന്നെ അല്ലേ കേസ്, കുറേ ഇതായിട്ടുള്ളതല്ലേ. ചന്ദ്രൻ സിറ്റിയിൽ ഉണ്ടാവൂടാ. അവൻ ടി വി എന്നുള്ള രീതിയിൽ RP കളിക്കത്തില്ല, മനസ്സിലായോ? ടി വിയെ RP എന്നുള്ളൊരു സാധനം കളിക്കത്തില്ല. അവർ സിറ്റിസൺ ആയിട്ട് RP കളിക്കും. അപ്പം എല്ലാവർക്കും ഒരു ചെറിയൊരു ഗ്യാപ്പ് വേണമെന്ന് പറഞ്ഞ് സരക്കായാലും എല്ലായിടത്തും പറഞ്ഞു. അപ്പം എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് കയറുന്നുള്ളൂ എന്നുള്ളൊരു കാര്യം തീരുമാനിച്ചു. അപ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് കേസ്. ഇപ്പം ഞാൻ നിങ്ങളോട് എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഇപ്പോൾ കോമ്പറ്റേറ്റീവ് ഒക്കെ കളിക്കുന്ന ടീമുകളൊക്കെ ആണെങ്കിൽ പോലും കുറേ നാൾ ഈ ഗെയിമിലകത്ത് തന്നെ കുത്തിയിരിക്കുന്ന സമയത്ത് അതിൽ നിന്നൊരു ഗ്യാപ്പ് വേണം തോന്നാറില്ലേ? അപ്പോൾ എല്ലാവർക്കും ഒന്ന് മെൻ്റലി ഒന്ന് ഓക്കെ ആവാനുള്ളൊരു സമയം കൊടുക്കണം. ആൻഡ് എങ്ങനെയാണോ ലൈവ് ചെയ്തത് അതേപോലെ ഡിസ്കോഡ് RP ഈ പറയണത് പോലെ, അതിപ്പോൾ ഞാൻ സിറ്റിസൺ ആയിട്ടാണെങ്കിലും ഞാൻ കയറി കളിക്കും, RP ആ സിറ്റിസൺ ആയിട്ടാണെങ്കിലും കളിക്കും. നമുക്ക് ക്യാരക്ടർ ഒന്ന് മാത്രമല്ലല്ലോ നമ്മൾ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് തൽക്കാലം കളിക്കാൻ വേറൊരു ക്യാരക്ടർ ഉണ്ട് മോനെ, മനസ്സിലായോ? നമ്മളിതൊക്കെ മുമ്പേ കാണുമല്ലോ. നമുക്ക് ഒരു ക്യാരക്ടർ മാത്രമല്ല, നമുക്ക് ക്യാരക്ടർ പലതുണ്ടേ. നമുക്കൊരു 3 1 2 3 പലവട്ടാസുമലത വിമലൻ ഏതൊക്കെ ക്യാരക്ടർ കിടക്കണ്. പിന്നല്ല ഓ ചാറ്റ് കത്തി വിമലൻ. അയ്യോ എന്റെ അമ്മോ, വളരെ ചുരുക്കം RP ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇജാതി ഫാൻ ബേസ് ഉള്ള വേറൊരു ക്യാരക്ടർ ഉണ്ടാവില്ല വിമലനെ പോലെ. എന്റെ ആളിയ വെലാട്ടസുമലത ഇതൊക്കെ നമുക്കുണ്ട്, അതുകൊണ്ട് നമുക്ക് സീനൊന്നുമില്ല. ഞാൻ RP. അപ്പൊ ഇന്നത്തോടെ നമ്മൾ ഈ ഒരു സംസാരം ഇതാക്കണം നിർത്തുവാണ്.